അന്തരത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശ് മീനാക്ഷിനോയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മീനാക്ഷി ആകാശിനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആകാശ് ചോദിക്കുന്നു, ഞാൻ ഏത് ഷർട്ട് ഇട്ടെന്ന് നിനക്ക് ഓർമ്മയുണ്ടോന്ന് വെച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നു. അതെന്താ അങ്ങനെ, നിനക്ക് എന്റെ ഓർമ്മയില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണിൽ മാത്രമല്ലേ നോക്കിയത്, ഒരു പാവം പയ്യൻ അത്ര ആലോചിച്ചുള്ളൂ, അതിൽ തന്നെ ഞാൻ വീണില്ലേ എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ ഞാനൊരു പലചരക്ക് കടക്കാരനാണെന്ന് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ദേ ഇനി ഇങ്ങനത്തെ വർത്താനൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലനെയും ഗോമതിനെയും. ഗോമതി പറയുന്നുണ്ട്, ബാലേട്ട പിള്ളേരൊക്കെ എവിടെയാണാവോ, ഞാനേ ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയിലൊക്കെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മൾ പണ്ട് വന്നതും മറ്റേ പോയ വഴികളും ഞാൻ ബസ്സിൽ ഛർദ്ദിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഒന്നും കൂടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ, എന്നാൽ നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ, വേണ്ട ബാലേട്ടന് തണവൊക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പോകാന്ന് പറഞ്ഞ് ഗോമതിനെ നിർബന്ധിച്ച് ബാലനും ഗോമതിയും കൂടെ വഴിയിലൂടെ പോകുന്നുണ്ട്. ഗോമതി ഉണ്ടെങ്കിൽ ഒരു ഒടുക്കത്ത റൊമാൻറ്റിക്കും മുതുക്കന്മാരുടെ പ്രേമം എന്നൊക്കെ പറഞ്ഞ പോലെ ഗോമതി ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ബാലേട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിള്ളേരോട് മാത്രം ബാലേട്ടന് സ്നേഹം കാണിക്കുന്നില്ല, അതൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു കാരണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് കാരണം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ബാലൻ പറയുന്നില്ല, സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ആര്യനെയും മിഥുനെയും. മിഥുനോട് ആര്യൻ ചോദിക്കുന്നുണ്ട്, നീ കഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടി ഇത്രയും വഴി വന്നിട്ട് നിനക്ക് ഒന്നും നടക്കണില്ലല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനേ നീ വളയ്ക്കുന്ന വഴിയിലൂടെ ഒന്നും അവൾ വരുന്നില്ലല്ലോ, കാര്യം അവളെന്റെ ഭൂലോക ശത്രുണെങ്കിലും ആ ഒരു കാര്യത്തിൽ എനിക്ക് അവളോട് മതിപ്പുണ്ടെന്നൊക്കെ പറയുന്നു. എടാ, നിന്നെ പോലെ തരികിടകളെ മാത്രം പ്രേമിക്കാൻ ആൾക്കാരുള്ളടാ, എന്നെ പോലെ മര്യാദയ്ക്ക് നടക്കണവരൊന്നും പ്രേമിക്കാൻ പെണ്ണുങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ, എടാ നീ അവളെ പിന്നാലെ വന്നതല്ലേടാ എന്ന് മിഥുനും ചോദിക്കുന്നുണ്ട്. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, അവളെ പിന്നാലെ നടന്ന് വളയ്ക്കാൻ വേണ്ടിയിട്ടില്ല, അതൊരിക്കലും നടക്കില്ലടാ. ഞാൻ അവളെ വളച്ച് കല്യാണം കഴിച്ച് ചിലപ്പോൾ ഉപേക്ഷിക്കും, പലതും ചെയ്യും, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നതൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടി തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെയും ഗോമതിയുടെയും ബാലന്റെയും ഭാഗങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ പ്രണയിച്ച് ഓരോ കഥകളൊക്കെ പറഞ്ഞ് നടക്കുന്ന അവരെ. പക്ഷെ അയാൾക്ക് ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ട് നടന്നിട്ട്. അയാളുടെ മനസ്സിൽ ആണെങ്കിൽ കടയിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ധർമ്മൻ കടമരിയാക്കി നോക്കുന്നുണ്ടാവോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് അയാളുടെ മനസ്സിൽ. പിന്നെ കാണിക്കുന്നത് വീണ്ടും നമ്മുടെ ആകാശിനെയും മീനാക്ഷിനെയും. മീനാക്ഷിക്ക് മതിയോ സ്ഥലം കണ്ടതൊക്കെ, നമുക്ക് പോകാം, അച്ഛന് വയ്യാണ്ടിരിക്കണല്ലോ, അച്ഛൻ എന്ത് വിചാരിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനെ ഞാനെടുത്ത് കിണറ്റിലിടുമ്പോണ്ടാണ്ടിരുന്നോ, ഇന്നലെ നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പറ്റിയോ, രണ്ടാമത്തെ നൈറ്റ് ആഘോഷിക്കാൻ പറ്റിയോ, 3ഉം 4ഉം ആഘോഷിക്കാൻ പറ്റിയോ, എന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ പേരും പറഞ്ഞിരിക്കുന്നു. നടക്കില്ല ആകാശേ, അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഞാനിപ്പോൾ പോകുന്നില്ല, നമുക്ക് സൂയിസൈഡ് പോയിന്റിലൊക്കെ പോകാം, നമുക്ക് അവിടെ ചെന്നിട്ട് പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഞാനെങ്ങാനും മരിച്ചാൽ നീ കൂടെ മരിക്കുമെന്നൊക്കെ ചോദിച്ച് മീനാക്ഷി ആകെ റൊമാൻറ്റിക് കൈ നിൽക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷിയുടെയും ആകാശിന്റെയും പ്രണയം നമ്മുടെ മിഥുൻ കേട്ട് നിൽക്കുന്നുണ്ട്. മിഥുന്റെ കൂട്ടുകാരൻ വിളിച്ച് വരുത്തിയതാണ്. ആര്യനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് മിഥുൻ ചോദിക്കുന്നുണ്ട്, ഇതാരണ്ടാ, ഇത് കണ്ടിട്ട് പ്രണയ ജോഡികളെ പോലെ ഉണ്ട്, അവനല്ലാണ്ട് ഭർത്താവായിട്ടുള്ള ഒരു ലുക്കൊന്നും അവനെ കാണില്ല, ഹസ്ബൻഡ് വൈഫ് അല്ലാന്ന് തോന്നുന്നുണ്ട്, ഒരുപാട് നേരമായില്ല, കുറച്ചു നേരം കൂടെ സൊല്ലട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നല്ലത്, അവർ കുറച്ചു നേരം കൂടെ സൊല്ലട്ടെ, എന്നിട്ട് നമുക്ക് അവരെ നമ്മുടെ വഴിയിലേക്ക് വരുത്താമെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ആകാശം മീനാക്ഷി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ ചായ കുടിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരേ പല്ലവി തന്നെ മിഥുൻ അല്ല ആകാശിനോട് എത്രയും പെട്ടെന്ന് ഒരു കട സ്വന്തമായി തുടങ്ങണം എന്നാണ് പറയുന്നത്. മീനാക്ഷിയുടെ ആവശ്യം നമ്മുടെ ആകാശിനെ അംഗീകരിക്കാവുന്നതിലപ്പുറമായിരുന്നു. കാരണം ഗോമതി സ്റ്റോഴ്സിൽ നിന്നൊരു പോക്ക്, മീനും അതേക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്, അച്ഛനത് വിഷമാവും, അച്ഛന് വിഷമാവണം, എൻ്റെ കുഴപ്പം, അച്ഛന് വിഷമാവുന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ്റെ പേരിടാം, എന്നാൽ പോലും അതിനൊക്കെ ഒരുപാട് പണം വേണ്ടെന്ന് ചോദിക്കും. പണമൊക്കെ ഞാൻ ഇറക്കിക്കോളാം, നമുക്ക് ലോൺ എടുക്കാം, ഒരു കട സിറ്റിയിലൊരു കട, അത് നല്ലതല്ലേ, ഇത് എന്നും ഗോമതി സ്റ്റോഴ്സിൽ തന്നെ എടുക്കണ്ടല്ലോ, ഗോമതി സ്റ്റോഴ്സ് പൊട്ടി മുളച്ചതൊന്നുമല്ലല്ലോ, ഇപ്പം ഉണ്ടായതുമല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തായാലും പുതിയൊരു കടയിനെ കുറിച്ച് ചിന്തിച്ചേ പറ്റൂ ആകാശ് എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷിനോട് പറയുന്നുണ്ട്, എന്നാൽ എനിക്ക് 2 മാസം സമയം തരണം. 2 മാസം നിനക്ക് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛനോട് സാവകാശം പറയാം, ശരി 2 മാസം കഴിഞ്ഞാൽ പിന്നെ നീ ഇതിൽ നിന്ന് പിന്മാറരുത്, നമുക്കൊരു കട തുടങ്ങണം, അച്ഛൻ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, നമുക്കും സമ്പാദിക്കണ്ടേ, നമുക്കും മക്കളും ഒക്കെ ഉണ്ടാവില്ലേ, അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, എന്നും ഇങ്ങനെ കിടന്നാൽ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് മീനാക്ഷി ആകാശിനെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യവും ഇല്ല. പിന്നീട് പറയുന്നുണ്ട്, ഇന്ന്
വൈകുന്നേരം വരെ ഞാനിവിടെ തന്നെ നിൽക്കും. വൈകുന്നേരം വന്നപ്പോൾ അതിന് ശേഷം മാത്രമേ റൂമിലേക്ക് പോകുള്ളൂ. മാത്രമല്ല നമ്മൾ അവിടെ നടക്കാതെ പോയ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കണം, നടത്തിയിരിക്കും ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ആകാശ് ഇങ്ങനെ മീനാക്ഷിനെ നോക്കി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.